കുടുംബ ബന്ധങ്ങൾ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബ ബന്ധങ്ങളുടെ ദൃഢത വ്യക്തി ജീവിതത്തിലും സമൂഹത്തിലും വൈകാരിക ഊഷ്മളതയും സുരക്ഷിതത്വവും വ്യക്തിത്വ വികസനവും ഉറപ്പാക്കുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് എന്നാണ് എൻ്റെ തോന്നൽ. അതുപോലെ പരസ്പര സ്നേഹം, വിശ്വാസം, ആശയവിനിമയം, ഉത്തരവാദിത്വ ബോധം, ത്യാഗമനോഭാവം എന്നിവയിലൂടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു. പ്രതിസന്ധി ഘടകങ്ങൾ താങ്ങും തള്ളുമായി നിലകൊള്ളുന്ന കുടുംബം തലമുറകൾക്ക് മൂല്യങ്ങൾ കൈമാറുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ ദൃഢത നമുക്ക് എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ നിൽക്കുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങളാണ് ദൃഢതയുള്ളത് എന്ന് പറയുന്നത്. നമുക്ക് താങ്ങും തണലുമായി ഒരാവശ്യം വരുമ്പോൾ നമുക്ക് താങ്ങായി നിൽക്കണം. അത് കുടുംബത്തിലുള്ളവരായാലും ബന്ധുക്കളായാലും നമ്മളുടെ സുഹൃത്തുക്കളായാലും അതാണ് നമുക്ക് ആവശ്യം, താങ്ങായി നിൽക്കുക. ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ തന്നെയും നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് താങ്ങും തള്ളുമായി നിലകൊള്ളുന്ന ആരാണോ അവരാണ് നമുക്ക് നമ്മളുടെ ബന്ധങ്ങൾ നിലനിർത്തുന്നത് എന്ന് പറയുന്നത്. അതുപോലെ പരസ്പര വിശ്വാസം, കുടുംബങ്ങളിൽ നമുക്ക് പരസ്പര വിശ്വാസം ആവശ്യമാണ്. കുടുംബാംഗങ്ങളുമായി കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും പരസ്പരം കേൾക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിക്കുക, നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ നമുക്ക് ടൈമില്ല എന്ന് നമ്മൾ വിചാരിക്കും. എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിലൂടെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മൾ അതിന് സമയം കണ്ടെത്തണം. വൈകിട്ടാണെങ്കിലും ഏതെങ്കിലും ഒരു സമയം, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് കുടുംബങ്ങളിലുള്ള എല്ലാവരും ഒന്നിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു സന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. അല്ലാതെ എല്ലാവരും ഒരിടത്ത് മാറിയിരുന്ന് ഫോണും ഉപയോഗിച്ച് ടി വിയും കണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നമുക്കൊരു സന്തോഷമുണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് തന്നെ സന്തോഷം. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അതെല്ലാവർക്കും വിളമ്പി കൊടുക്കുക, സന്തോഷത്തോടെ കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷം ആ കുടുംബത്തിലുണ്ടാകും. അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും പരസ്പരം ആദരിക്കുകയും വിട്ടുവീഴ്ചയെ കാണിക്കുകയും ചെയ്യുക. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതുണ്ടാകും. കുടുംബങ്ങളിൽ നമുക്ക് ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരേയുള്ള ആശയവും ഒരുമിച്ചുള്ള തീരുമാനങ്ങളും അല്ലായിരിക്കും. പക്ഷേ നമ്മളത് ഒത്തൊരുമിച്ചുള്ള തീരുമാനങ്ങൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു കുടുംബത്തിലെ ബന്ധങ്ങളുടെ ദൃഢത എന്ന് പറയുന്നത്. എല്ലാവർക്കും ആശയങ്ങൾ പലതായിരിക്കും, പക്ഷേ ആ ആശയങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഒന്നിച്ചുള്ള ഒരു ആശയത്തിലേക്ക് നമ്മൾ പോവുക. പ്രയാസകരമായ സമയങ്ങളിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുക. ഏത് പ്രതിസന്ധിയിലായാലും നമ്മൾ പിന്തുണ കൊടുക്കുക. നമുക്ക് കുട്ടികൾക്കാണെങ്കിൽ തന്നെ നല്ല മൂല്യങ്ങളും ധാർമ്മിക ബോധങ്ങളും പകർന്നു നൽകുക. നമുക്കത് തലമുറകളിലൂടെ നമുക്കത് കൈമാറുക. കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദൃഢമായ കുടുംബബന്ധം വ്യക്തികളുടെ മാനസിക ആരോഗ്യത്തിനും സാമൂഹിക ജീവിതത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ താമസിക്കുന്നത്, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമ്മൾ പറയുന്നു. കൂടിയാലും കൂടിയില്ലെങ്കിലും കുടുംബം, നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ വളരെ അടുത്ത എല്ലാവരും കൂടി താമസിക്കുന്ന സ്ഥലം കൂടുമ്പോൾ ഇമ്പമുണ്ടായാലും വഴക്ക് കാണവുമുണ്ടായാലും രോഗവും ദുരിതവും ഉണ്ടായാലും അത് നമ്മുടെ കുടുംബം തന്നെയാണ്. അത് നമ്മൾ ഇമ്പമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് മുത്തച്ഛനും മുത്തശ്ശിയും അച്ഛനും അമ്മയും കുട്ടികളുമൊക്കെ ഒരു ഞായറാഴ്ച ദിവസം ഒരു സായാഹ്നം ഒരു ബീച്ചിലോ എവിടെയെങ്കിലും പോയി നമ്മൾ ആസ്വദിക്കുകയാണെങ്കിൽ ആ കുടുംബം എല്ലാവരുടെയും മുമ്പിൽ നല്ലൊരു കുടുംബമായിട്ട് തന്നെയായിരിക്കും. കാണുന്ന ആർക്കും അല്പം അസൂയ തോന്നിയേക്കാം. ഹാപ്പി വൈബിൽ സായാഹ്നം ആസ്വദിക്കുന്ന ഈ കുടുംബത്തെ കാണുന്നവരുടെ ചുണ്ടിലും ചെറു പുഞ്ചിരി ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ, സന്തോഷം ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും. അപ്പോൾ നമ്മളുടെ കുടുംബം ഹാപ്പി ആവുകയാണെങ്കിൽ അതിലെ ഓരോ അംഗവും ഓരോ വ്യക്തിക്കും സന്തോഷമുണ്ടാകും. അപ്പോൾ അത് നമ്മളുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കാനുള്ള വഴികൾ നമ്മൾ തന്നെ കണ്ടെത്തുക.
നമ്മൾ എങ്ങനെ നമുക്ക് സന്തോഷം ഉണ്ടാകാം, അത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ്. അതുപോലെ ഒരു കുടുംബം നമ്മൾ കെട്ടിപ്പടുത്ത് കൊണ്ടുപോകുക എന്നത് കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ്. എല്ലാവർക്കും അത് സാധിച്ചൊന്നും വരില്ല. എന്നാൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു കുടുംബം, അത് നല്ല കുടുംബമായിട്ട് നയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നമ്മളെ ഭാര്യയും ഭർത്താവും തമ്മിലായാലും കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ തമ്മിലായും കൃത്യമായ രീതിയിൽ ആശയവിനിമയം നടത്തുന്നത് ബഹളവും വഴക്കവും ഒഴിവാക്കാനും സഹായിക്കുന്നൊരു ഘടകമാണ്. കൂടാതെ എല്ലാവരും തമ്മിൽ കൃത്യമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതും നമ്മളുടെ നിലപാടുകൾ വളരെ ഫലപ്രദമായി തന്നെ അവതരിപ്പിക്കാനും ഇത്തരം സംഭാഷണങ്ങൾ സഹായിക്കുന്നതാണ്. ഇത്തരത്തിൽ നല്ല ആശയവിനിമയം നിലനിർത്തുന്നതിനായി എത്ര തിരക്കാണെങ്കിലും കുറച്ച് സമയം ഫാമിലിയുടെ കൂടെ ചിലവഴിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു സന്തുഷ്ട കുടുംബം നമുക്ക് പടുത്തുയർത്താൻ നമുക്ക് സഹായിക്കും. അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കും. ഒരു മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുക, പ്രഭാത ഭക്ഷണം കഴിക്കുക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഐക്യത്തിൻ്റെ ലക്ഷണമാണ് അതൊക്കെ എന്ന് പറയുന്നു. പരസ്പരം തിരക്കുകൾ ഒഴിച്ച് കാണാനും സാധിക്കും, വിശേഷങ്ങൾ പങ്കുവെക്കാൻ